നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നല്ലൊരു സേമിയ പായസം. എല്ലാവരും സേമിയ പായസം വെക്കാറുണ്ട്, എല്ലാവർക്കും അറിയാം. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോഫി സേമിയ പായസമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ടോഫി സേമിയ പായസം ഉണ്ടാക്കുന്നതിന് ഒരു ഗ്ലാസ് സേമിയ, ഒരു 4.5 ഗ്ലാസ് പാല്, ആവശ്യത്തിന് നെയ്യ്, ഒരു 1/2 ഗ്ലാസ് മിൽക്ക് മെയ്ഡ്, ഏകദേശം 3/4 ഗ്ലാസ് പഞ്ചസാര, ഒരു 1/4 കപ്പ് ചവ്വരി, 3-4 ഏലക്ക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചവ്വരി 1/2 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പ്രഷർ കുക്കറിലിട്ടോ അല്ലാതെയോ വേവിച്ചെടുക്കുക. നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഇതുപോലെ ഒരു കടായി എടുത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാം. സേമിയ നല്ല രീതിയിൽ കരിയാതെ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുക്കുക. നമ്മുടെ സേമിയ നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇത് ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 4 സ്പൂൺ പഞ്ചസാരയും സേമിയ വേകുന്നതിന് ആവശ്യമായ വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വറ്റി വരുമ്പോഴേക്കും സേമിയ നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ ഈ ഇതിലിട്ടിരിക്കുന്ന പഞ്ചസാര ഈ സേമിയയിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവും. അതൊന്ന് വെന്ത് വരട്ടെ. ഈ സേമിയയും പഞ്ചസാരയും വെള്ളവും കൂടി നമ്മൾ തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് നമ്മൾ വേവിച്ച ചവ്വരിയും കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിക്കിടന്ന് നല്ല രീതിയിൽ വഴണ്ട് വരട്ടെ. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ് മതി കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ കിടന്ന് വേകട്ടെ. നമുക്ക് തീ കുറച്ച് വെക്കാം. സേമിയ വേകാനായിട്ട് ഞാനിവിടെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇത് മൂടി വെച്ചിരിക്കുകയാണ്. അതിലൊന്ന് കിടന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് അതിലേക്ക് പഞ്ചസാര ശരിയായ രീതിയിൽ പിടിക്കട്ടെ. ആ സമയത്ത് നമ്മളിവിടെ ഒരു 4.5 ഗ്ലാസ് പാല് ഇവിടെ തിളപ്പിക്കാൻ വെക്കുകയാണ്. അതിലേക്ക് 3-4 ഏലക്കയും കൂടി ഇടുകയാണ്. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ പാല് ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ സേമിയ, ചവ്വരി, പഞ്ചസാര എല്ലാം മിശ്രിതങ്ങളുടെ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വറ്റി വരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തീ കുറച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ഇതൊന്ന് കാരമലൈസ് ചെയ്യാനാണ്. വെള്ളമൊന്നും ഒഴിക്കണ്ട. കാരമലൈസ് ചെയ്ത് വരട്ടെ. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒരുപാട് കറുത്തു പോകരുത്. കറുത്തു പോയാൽ നമ്മുടെ പായസത്തിന് കയ്പുരസം വരും. ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇനി അതൊന്നാകട്ടെ. നമ്മുടെ പഞ്ചസാര ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചില്ല. നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ നല്ല രീതിയിൽ കുറച്ചിട്ടിട്ടുണ്ട്. ഇതിനി ഇരിക്കും തോറും ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും, കറുപ്പ് രസത്തിലേക്ക് വരും. അപ്പോൾ കയ്പ് രസത്തിലേക്ക് വരും. ഇപ്പം അധികം കയ്പ് വരുന്ന ഒരു സ്റ്റേജ് അല്ല. അതിലേക്ക് അല്പം നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ മിൽക്ക് മെയ്ഡ്, ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് തീ കുറച്ചിട്ടിരിക്കുകയാണ്.
തീ കുറച്ചിട്ട് വേണം കേട്ടോ. ഇത് നല്ല ചൂടാണല്ലോ. പഞ്ചസാര കരിയുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ചൂടായിരിക്കും അതിന്. അതുകൊണ്ട് പിന്നീട് നമ്മൾ എന്ത് ഇടുമ്പോഴും അത് പൊട്ടിത്തെറിക്കാനുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ ഒന്ന് പഞ്ചസാര കട്ടി പിടിച്ചതെല്ലാം ഇതിലേക്ക് ഉരുകി ചേർന്നോളും. അത് കുറച്ചു നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നമ്മുടെ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര കാരമലൈസ് ചെയ്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അല്പം നെയ്യൂട്ട് ഈ സ്റ്റേജിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഇത് മാറിയിരിക്കട്ടെ. അതിന് ശേഷം നമ്മുടെ സേമിയ എന്തായിരുന്നു നോക്കാം. പാലവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സേമിയൊക്കെ ആയിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തു. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അപ്പൊ ഈ സേമിയയിലേക്കും ചവ്വരിയിലേക്കും നമ്മുടെ ടോഫി തയ്യാറാക്കിയത് ചേർത്തു. ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്തു. ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് അല്പം തിളച്ചതിന് ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ടതാണ്. നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് പാലൊഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തിടുക. ഒരു പാല് മുഴുവനും നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിലാക്കി ഒരു 10-15 മിനിറ്റ് നേരം വളരെ ഒരു മീഡിയം തീയിൽ ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട്. അപ്പൊ ഇതിന് പാകത്തിനുള്ള മധുരമായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച 3/4 ഗ്ലാസ് പഞ്ചസാരയിൽ 1 സ്പൂൺ പഞ്ചസാര ബാലൻസ് ഉണ്ട്. പായസത്തിന് നല്ല മധുരം വേണമെന്നുള്ളവർ ഈ പഞ്ചസാരയുടെയും കൂടി സേമിയ വേവിച്ച സമയത്ത് ഇടാവുന്നതാണ്. ഈ സ്റ്റേജിൽ ഇടരുത് പഞ്ചസാര. ഈ സ്റ്റേജിലെ പായസത്തിന് മധുരം കുറച്ചും കൂടി വേണമെന്നുള്ളത് മിൽക്ക് മെയ്ഡ് ആണ് ഒഴിക്കാവുള്ളൂ. ഇതിപ്പോ നമ്മള് 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തതിൽ 1 സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്, വേണ്ടിയൊന്നില്ല. ഇതിൽ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും ചേർത്തു. ഇതിപ്പോ നല്ല പാകത്തിനുള്ള മധുരമായി. എന്റെ പാകം ഒരു മീഡിയം പാകം എന്ന് തന്നെ പറയാം. അതല്ല കുറച്ചുകൂടി വേണം എന്നുള്ളവർക്ക് ഈ പഞ്ചസാര ഉപയോഗിക്കാം. അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കാം കേട്ടോ. നല്ലൊരു പായസമായിട്ടുണ്ട്. സാധാ സേമിയ വെച്ച് പായസം ഉണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ അതിന്റെ ഒരു 4 ഇരട്ടി രുചി കൂടുതലാണ് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ടോഫി സേമിയ പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതിന്റെ രുചി ആസ്വദിക്കണം. എല്ലാവർക്കും നന്ദി.